ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകികോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലനയോധ്യാധിപതി ധർമാത്മാ വീരൻ. അമരകുലവരതുല്യനാം സത്യപരാക്രമനം ഗജസമൻ കരുണാത്കരൻ. കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂക്കേറ്റം. കൗശല്യമേറിടും കൈകേകിയും സുമിത്രയും ഭാര്യമാരിവരോട് ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു
പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടീനാനെന്തു നല്ലു നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായ്ക എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത പോതതൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു. നിനക്കു 4 പുത്രന്മാരുണ്ടായി വരുമതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സീ നരപതേ. വൈകാതെ വരുത്തേണം മൃഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്യുക നീ ഗുണനിധേ പുത്രകാമേഷ്ടിക്കർമ്മം. അനശ്വരമായ അധ്യാത്മരാമായണ മഹാകാവ്യത്തിലെ ബാലകാണ്ഡത്തിൽ ദശരഥ മഹാരാജാവ് പുത്രലാഭാലോചന നടത്തുന്ന ഭാഗമാണ് ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. സർവ്വലോകാധിപനും അമിത ഗുണവാനും സത്യപരായണനും ഇന്ദ്രതുല്യനും കരുണാവാരിധിയുമായ ദശരഥ മഹാരാജാവ് തന്റെ പത്നിമാരായ കൈകേയിയോടും കൗസല്യയോടും സുമിത്രയോടുമൊപ്പം രാജ്യത്തിന്റെ ഭരണം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് പുത്രന്മാർ ഇല്ലാത്തതിനാൽ വളരെയധികം ദുഃഖിച്ചിരുന്നു. അനവധി ദുഃഖം അനുഭവിക്കുന്ന ദശരഥ മഹാരാജാവിനോട് ഗുരുവായ വസിഷ്ഠമുനി സദ്ഗുണ സമ്പന്നരായ 4 പുത്രന്മാർ ദശരഥന് ജനിക്കുമെന്നും അതിനായി പുത്രകാമേഷ്ടി യാഗം നടത്താൻ ഋഷ്യശൃംഖനെ രാജ്യത്തേക്ക് വരുത്തണമെന്നും നിർദ്ദേശിക്കുന്നു. രാജ്യം, അധികാരം, സമ്പത്ത് എന്നിവയെല്ലാം ഉണ്ടായിട്ടും മക്കളില്ലാത്ത ദുഃഖം അനുഭവിക്കുന്ന ദശരഥ മഹാരാജാവ് സമകാലിക ജീവിതത്തിലെ സാധാരണ മനുഷ്യന്റെ